അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വർഗം മൃഗത്തിന് പരിചയപ്പെടാം. അത് മാട്രിഫജി എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ടതാണ്. അതിന്റെ ചില പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത്, പ്രസവിച്ച ഉടനെ തന്നെ തൻ്റെ മക്കൾക്ക് ഈ പ്രസവിക്കപ്പെട്ടതായ ജീവി ആദ്യ മാതൃഭക്ഷണമായി മാറുന്ന ഒരു സംവിധാനം. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഉചിതമായ ഒരു വിഷയം പറയാം. ഈ അടുത്ത് തൻ്റെ അമ്മയെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. കാരണം പറഞ്ഞപ്പോൾ മകന്റെ ലഹരി ഉപയോഗത്തിനെ ചോദ്യം ചെയ്തതാണ് ഈ അമ്മ ചെയ്ത തെറ്റായി മകൻ കണ്ടെത്തിയത്. മൃഗങ്ങളെക്കാൾ നിഷ്ഠൂരമായ രൂപത്തിൽ മനുഷ്യൻ മാറുകയാണ്. സ്വന്തം മാതാവിനെ തന്നെ കൊല ചെയ്യുക എന്ന് പറയുന്നത് എത്ര വലിയ മോശമായ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രയാസപ്പെട്ട് പ്രസവിച്ച ഉടനെ തന്നെയുള്ള സമയം മാതാപിതാക്കൾ നമ്മെ എത്രമാത്രം കെയർ ചെയ്തു എന്നത് ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാകും. നമുക്കുണ്ടാകുന്ന കുട്ടിയെ നമ്മുടെ ഭാര്യ ഉറക്കൊളച്ച് വല്ലാതെ കെയർ ചെയ്ത് ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. അത് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മെ നോക്കിയിരുന്നത് എന്ന് മനസ്സിലാവും. മക്കൾ മാതാപിതാക്കളെ കൊന്നുകളയുന്ന ഒരവസ്ഥ വളരെ ദയനീയമാണ്. ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഉമ്മയുടെ കാൽപാദത്തിന്റെ ചോടയാണ് സ്വർഗമെന്നാണ്. അത് പറയാൻ കാരണം ആ ഉമ്മ എന്താണോ നമ്മോട് കൽപ്പിക്കുന്നത് അതേപടി ജീവിതത്തിൽ പകർത്തണം. ഉമ്മക്ക് സേവനമനുഷ്ഠിക്കണം, ഉമ്മയെ ചേർത്തു പിടിക്കണം, ഉമ്മയെ സാന്ത്വനപ്പെടുത്തണം. എന്നാൽ അവന് സ്വർഗത്തിന്റെ മധ്യവാതിലുണ്ടെന്നാണ് മുത്തുനിബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്.